ഒരു കള്ളുഷാപ്പി വെച്ചെടുക്കുന്ന ഒരു കൊലപാതകവും അതിന് ഇൻവെസ്റ്റിഗേഷനും പറഞ്ഞു പോകുന്ന ഒരു പടമാണ് പ്രാവിൻകുടി ഷാപ്പ്. എനിക്കിതൊരു വേറെ ലെവൽ പടമായിട്ടൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയായിട്ടാണ് തോന്നിയത്. കാരണം ഇതൊരു ബ്ലാക്ക് കോമഡി ജോണറിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ജോണറിലല്ല ഈ സിനിമ നോർമൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു മർഡർ മിസ്റ്ററി മോഡിലാണെങ്കിൽ ഈ സിനിമ ഭയങ്കര പ്ലെയിനായി പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സിനിമ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തന്നെ. പക്ഷേ ഈ സിനിമയുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിലെ വ്യത്യാസം ഈ ബ്ലാക്ക് കോമഡി ആയതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി ഒരു എൻജോയബിൾ വാച്ച് ഈ സിനിമ തന്നത്. കാരണം ഈ പ്രശ്നം കൊണ്ട് തന്നെ, അതായത് ബ്ലാക്ക് കോമഡി ആണ് ഇതിൻ്റെ ജോണർ എന്നായതുകൊണ്ട് തന്നെ ഇതിന് രണ്ടഭിപ്രായം എങ്ങനെ പോയാലും സിനിമയ്ക്ക് ഉണ്ടാവും. ചിലവർക്ക് ഈ സിനിമ ഭയങ്കര ഒരു കോമാളി പടമായിട്ട് ഫീൽ ചെയ്യും. മെയിൻ ക്യാരക്ടേഴ്സിനെ ബേസിൽ ഉൾപ്പെടെയുള്ള പല ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വിധം ചിലപ്പോൾ തീരെ പറ്റില്ല. ഇതെന്ത് അലമ്പാണ് ഇവർ കാണിച്ചു വയ്ക്കുന്നതൊക്കെ ഫീൽ ചെയ്ത് തന്നെ. പക്ഷേ ജോണർ അങ്ങനെയാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് തുടക്കം മുതലേ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. കാരണം സിനിമ ത്രൂ ഔട്ട് അങ്ങനെ തന്നെയാണ്. ത്രൂ ഔട്ട് നല്ലൊരു ഫ്ലോ ഉണ്ട്. എവിടെ അങ്ങനെ ഒരു വലിയൊരു ഡ്രോപ്പോ വലിയൊരു ലാഗോ ഒന്നും അവിടെ ഫീൽ ചെയ്യില്ല. എങ്കിലും സെക്കൻഡ് ഹാഫിലെ പല പോർഷൻസും ചില സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കായിരുന്നു എന്ന് പല സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിലും ആസ് എ ഹോൾ എൻജോയബിൾ ആയിട്ടുള്ള നറേറ്റീവ് തന്നെയാണ്. നോൺ ലീനിയർ ആയിട്ട് കുറേ സമയത്ത് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കണ്ട സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് വരാതെ പല പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെ മാറ്റി വരുത്തുന്നതുകൊണ്ട് കഥ ഇങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഒരു വലിയ മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഒരു വലിയൊരു സെറ്റപ്പ് അതൊന്നുമല്ല. ചെറിയൊരു പോയിൻ്റാണ്, ചെറിയൊരു പ്ലോട്ടാണ്. ആ അവസാനത്തെ ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നതൊക്കെ ഇതായിരിക്കും നടന്നിട്ടുണ്ടാവുമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുമ്പേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മളിങ്ങനെ കണ്ടിരിക്കും എന്ന മോഡലുള്ളൊരു പടം. ആൻഡ് ഇതിൽ കുറേ നല്ല ഫ്രെയിംസ് ഉണ്ട്, കുറേ നല്ല വിഷ്വലി കാണാൻ നല്ല രസമുള്ള. ആൻഡ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ അത് എടുത്തു പറയുന്ന സാധനം തന്നെയാണ്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുറേ സൗണ്ടുകൾ അടക്കം, ഈവൻ ഈ ക്രീം മണ്ണ് തിന്നുന്ന സൗണ്ടൊക്കെ ഇല്ലേ, അതടക്കം നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിന് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് സിങ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഒരു കോമഡി പടം പ്രതീക്ഷിച്ച് പോരുത് ഈ പടത്തിന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു ബ്ലാക്ക് കോമഡി പടമാണ്. അതുകൊണ്ട് ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പടമല്ല, ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു പടമല്ല. ഒരു പക്ക ബ്ലാക്ക് കോമഡി പടം. ബ്ലാക്ക് കോമഡി ഇതിനു മുമ്പ് പല സിനിമകളും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു മോഡ് മലയാളത്തിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. ആ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സൗബിനുൾപ്പെടെ ബേസിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു നല്ലൊരു അറ്റംപ്റ്റാണ്. മലയാളത്തിൽ അധികം ഇല്ലാത്തൊരു ജോണറാണ്. അതുകൊണ്ട് തന്നെ ഒരു എൻജോയബിൾ വാച്ച്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വേറെ ലെവൽ ഐറ്റം ഒന്നും അല്ല. ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈനർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ഓൾറെഡി ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.